നമസ്കാരം. പഴനി യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് തന്നെ എത്തി. എൻ്റെ നല്ല മൂക്കടപ്പുണ്ട്. അതുകൊണ്ടാണ് മൂക്കിലെ പറയുന്നൊരു ഫീലുള്ളത്. എന്തോ ഒരു സൗണ്ടാണ് വരുന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് പിലാത്തറ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നമ്മൾ കണ്ണൂർക്കാർ പിലാത്തറ എന്ന് പറയും. നമ്മളറിയാമല്ലോ, നമ്മൾ എഴുതിയതുപോലെ പറയില്ല. അതിന് നമ്മളെ കണ്ണൂരുകാരെ കിട്ടൂല കേട്ടോ. അപ്പോൾ പിലാത്തറക്കടുത്ത് വേറൊരു സ്ഥലമുണ്ട്, നരീക്കാം വള്ളി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. അവിടെ ഒരു മുളന്തുരുത്ത് ആക്കിയിട്ടുണ്ട്. അവിടുത്തെ പഞ്ചായത്തുകാർ അവരുടെ സ്ഥലം ഏറ്റെടുത്തിട്ട് എന്താ പറയേണ്ട, ഒരു മുളന്തുരുത്ത് പോലെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ആ ഒരു മുളന്തുരുത്ത് നമുക്കിന്ന് കാണാൻ വേണ്ടി പോവാം. ഈ ഒരു സ്ഥലത്തിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ അവിടെ നോക്കിയിട്ട് പോയാൽ മതി. നിങ്ങൾ കണ്ണൂർ ജില്ലയിലുള്ളതാണെങ്കിൽ, ഇവിടെ വരാത്തവരാണെങ്കിൽ ഒന്ന് വന്ന് കണ്ടിട്ട് പോവുക. ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ്, അത്രേ ഉള്ളൂ. ഒരു മുളന്തുരുത്ത്. നമുക്ക് എന്തായാലും അത് കണ്ടിട്ട് വരാം. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോക്കറ്റ് റോഡിലേക്ക് നിർത്തിയിട്ടുള്ളത്. ഈ റോഡ് പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലേക്കുള്ള റോഡാണ്. ഓലയമ്പാടി മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം അങ്ങ് അവിടെ തന്നെ ആയി കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ ആ ക്ഷേത്രം കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തെങ്കിലാവട്ടെ, ഇപ്പോൾ അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് പോകാത്ത എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് 11:30 ആവാനായി കേട്ടോ. ഉച്ചയ്ക്ക് 11:30-12 മണി സമയമായി. ആ സമയത്ത് അമ്പലത്തിലേക്ക് ആരും പോവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അമ്പലത്തിലേക്ക് പോകുന്നില്ല. ഈ ഒരു സൈഡൊക്കെ നല്ല കാടും അങ്ങനെയൊക്കെ ആയിട്ട് തണുപ്പുണ്ട് കേട്ടോ. ചെറിയ തണലും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മളപ്പം എൻ്റെ ബൈക്കിനാണ് പോകുന്നത്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. ഈ കാണുന്നതാണ് മാതമംഗലം ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്രം കേട്ടോ. നീലിയാർ ഭഗവതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതൊരു ബസ് വരുന്നു. നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ബസ്സാ. എൻ്റെ നാട്ടിലേക്ക് പാടിച്ചാൽ നീലിയാർ ഭഗവതി ക്ഷേത്രം. ഞാനങ്ങനെ കൈതപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയൊക്കെ ഇല്ലേ, അവരുടെ സഹോദരൻ. അവരൊക്കെ ജനിച്ചു വളർന്ന നാടാണ് ഈ കൈതപ്പുറം കേട്ടോ. ആ ഒരു ടൗൺ ഏരിയയാണ് നിങ്ങളിപ്പോൾ അവിടെ കാണുന്നത്. ഈ കൈതപ്പുറത്ത് നിന്ന് ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് 6 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ടേ. നമുക്ക് എന്തായാലും പോവാം. നല്ല വെയിലാണ്. നരീക്കാമ്പള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സ്ഥലമാണ് ഇത്. പാടം കണ്ടോ, നെൽപ്പാടങ്ങൾ. പക്ഷെ ഇപ്പം നെല്ലൊന്നുമില്ല കേട്ടോ, മൊത്തം പുല്ലുകൾ കയറി കിടക്കുക. കുറേ കൊക്കുകൾ പറന്നുണ്ടോ, കൊക്ക്. എന്ത് രസമല്ലേ. നമ്മളങ്ങനെ നരീക്കാം വള്ളി ടൗണിൽ എത്തിയിട്ടുണ്ട്. നരീക്കാം പള്ളിയല്ല കേട്ടോ, നരീക്കാം വള്ളിയാണ്. വള്ളി അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ചെറിയൊരു ടൗൺ ഏരിയയാണ് കേട്ടോ. ഇവിടെ നിന്ന് ആ കാണുന്ന റോഡിലൂടെ അങ്ങോട്ട് റൈറ്റ് സൈഡാണ് പോകേണ്ടത്. എൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതാണെങ്കിൽ ഞാനിപ്പം ഈ ഒരു റോഡിലൂടെയാണ് വന്നത്. ഇനി നിങ്ങൾ കണ്ണൂർ ഭാഗത്തുനിന്ന് പയ്യന്നൂർ ഭാഗത്തുനിന്ന് പിലാത്തറ വന്നിട്ട് വരുന്നതാണെങ്കിൽ നേരെ ആ റോഡ് സ്ട്രെയിറ്റ് കാണുന്ന റോഡാണ് ഇങ്ങോട്ട് വരിക. ഇവിടെ നിന്നിട്ട് പിലാത്തറ ഭാഗത്തു നിന്നാണെങ്കിൽ ലെഫ്റ്റിലേക്ക് പോവുക. നമ്മുടെ ഈ ഭാഗത്തു നിന്നാണെങ്കിൽ റൈറ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവുക. ഇവിടെ നിന്ന് കുറച്ച് ഒരു 1 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു ദൂരമുള്ളത്. ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടില്ല, ഇട്ട് നോക്കട്ടെ. അതിനപ്പോൾ അങ്ങോട്ടേക്ക് പോവാം നമുക്ക്. ഈ നരീക്കാംവള്ളി ടൗണിൽ നിന്ന് 2.2 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഇവിടെ മുളന്തുരുത്ത് നിന്ന് അടിച്ച് ഗൂഗിൾ മാപ്പിൽ അടിക്കുമ്പോൾ തന്നെ ഈ ഒരു സ്ഥലം വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോവാം. നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് നേരെ വന്ന റോഡ് ഇതാണേ. നേരെയല്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനും വളയാനൊക്കെ ഉണ്ട് കേട്ടോ. ആ ജംഗ്ഷനിൽ നിന്ന് നേരെ വന്നിട്ട് പിന്നെ 7 റോഡ് എന്നിട്ടൊരു റോഡുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. ആ റോഡ് കയറിയിട്ട് ഇങ്ങനെ ചെറിയൊരു പോക്കറ്റ് റോഡ് പോലത്തെ റോഡാണ്. എന്നിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ റൈറ്റിലോട്ടൊരു റോഡുണ്ട്. ഒരു കോൺക്രീറ്റ് ചെയ്ത റോഡാണേ. അതിൻ്റെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മൂലക്കടവ് റോഡ് എന്ന് പറഞ്ഞിട്ട്. അതിന് തൊട്ട് താഴെ തന്നെ നമ്മുടെ ചെറുതാഴം മുളന്തുരുത്ത് ഇക്കോ പാർക്ക് കോട്ടക്കുന്ന് 100 മീറ്റർ പോകാനാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഞാനങ്ങനെ മുളന്തുരുത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നൊക്കെയാണ് മുളന്തുരുത്ത്. കാണിച്ചു തരാം.
ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന റോഡ്, ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന റോഡ് കുറച്ച് മോശമാണ് കേട്ടോ. നിങ്ങൾക്ക് ബൈക്കൊക്കെ ഇറക്കാൻ പേടിയുണ്ടെങ്കിൽ മുകളിൽ തന്നെ വെച്ചാൽ മതി. വലിയ കുഴപ്പമൊന്നുമില്ല, ഇറക്കാം. ഇനി ഇവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ടോ ചോദിച്ചാൽ ഇതുപോലെ ഒരു സ്ഥലമേ ഉള്ളൂ കേട്ടോ. കുറച്ച് വണ്ടിയൊക്കെ വെക്കാം. കാറൊക്കെ ആണെങ്കിൽ ഇത് അങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി. ഇവിടെ 2 വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. പുഴയുടെ തീരം, തികച്ചും ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. ആറിൻ്റെ തീരം, അതായത് പുഴയുടെ തീരം. 2 പഴയ തോണികൾ കണ്ടോ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇവിടെയൊക്കെ ചളിയാണേ, ഞാൻ ഇറങ്ങണില്ല. ഈ ഒരു മുളന്തുരുത്ത് ഉണ്ടാക്കിയതിൻ്റെ ഒരു ചെറിയൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്, ഹരിത കേരള മിഷൻ, മുളന്തുരുത്ത്, ജില്ല കണ്ണൂർ. ആരംഭിച്ച തീയതി 1/6/2023. 23 തുടങ്ങിയാണോ? പച്ചത്തുരുത്ത് നമ്പർ, ഉടമ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിൻ്റെ വകയിലുള്ള സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ നിർവഹണ സഹായം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ ഈ ഒരു മുളന്തുരുത്ത് ഉണ്ടാക്കിയത് നമ്മുടെ തൊഴിലുറപ്പുകാരും ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് കേട്ടോ. എന്തായാലും നല്ലൊരു സംരംഭമാണ് തുടങ്ങിയത്. ആൾക്കാർക്ക് വന്നിരിക്കാനും കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള ചെറിയൊരു പാർക്ക് സെറ്റപ്പ്, അതും നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലം. അതെന്തായാലും നല്ലൊരു ഐഡിയ ആണ്. അതിന് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഒരു ചിന്ത കൊണ്ടുവന്ന എല്ലാവർക്കും, ഈ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ഇവിടെ മൊത്തം മുളകൾ കൊണ്ട് മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, ഇടയിൽ മുളകൾ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ മരങ്ങളൊക്കെ ഉണ്ട്. ഈ മുളന്തുരുത്തിലേക്ക് കടക്കാനായിട്ട് ചെറിയൊരു ചാല് പോലത്തെ ഒരു തോട് പോലൊരു ഇത് പോകുന്നുണ്ടേ. അത് കടക്കാനായിട്ട് മരത്തിൻ്റെ പാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നമുക്കത് കടന്നപ്പുറത്തോട്ട് പോവാം. ഈ സെറ്റപ്പൊക്കെ കൊള്ളാട്ടോ, നല്ല നൈസ് സ്ഥലമാണ്. ഇതുണ്ടോ, ഇത് പക്ഷിയുടെ കൂടാക്കിയതാണെന്ന് തോന്നുന്നു. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഓരോ ചെറിയ കൂട്ടം മുളയുടെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് അതിന് ഒരു ബാനറും കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, പഴയ പാട്ടില്ലേ, ഇല്ലിമുളം കാടുകളിൽ എല്ലാം പാടി വരും തെന്നലേ തെന്നലേ. നൈസേ. ഇതുണ്ടോ, ഒരു 5-10 മുളകളൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഓരോ സെക്ഷനായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഈ മുളന്തുരുത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും അടിപൊളി. മുകളിൽ ഭാഗമൊക്കെ ആ മുളയുടെ ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ പന്തൽ പോലെ കിടക്കുകയാണേ. അടിപൊളി. മൊത്തം ഇരുട്ടാണല്ലേ, അത്ര ലൈറ്റില്ല. പൊളിച്ച് പച്ചപ്പാൽ തീർത്തിരിക്കുന്ന പന്തലിൻ്റെ ആ ഒരു ചുവട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തൊഴിലുറപ്പുകാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, റെസ്റ്റ് എടുക്കുക അവർ. ഞാൻ ഇതിലൂടെ ഇങ്ങനെ നടന്ന് ഇതൊക്കെ ഒന്ന് കാണുക. അവരെ ഷൂട്ട് ചെയ്യാനൊന്നും വയ്യ, അവരവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയാം. എന്തായാലും നൈസ് കൺസെപ്റ്റാണേ. എന്തായാലും ഹാറ്റ്സ് ഓഫ്. ഇതേ അടുത്ത മുളയുടെ ഒരു കൂട്ടത്തിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, പഴയ പാട്ട് തന്നെ. ഈ പാട്ട് അറിയോ നിങ്ങൾക്ക്? അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ തിങ്ങിള നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ. ഈ പാട്ടൊക്കെ കേട്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ, പഴയ പാട്ടാണ്. ഞാൻ ആ മുളയുടെ ഇടയിലൂടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഇതുണ്ടോ കണ്ടൽക്കാടുകൾ ഇങ്ങനെ നിൽക്കുന്നത്, എന്ത് രസാ. ഇതൊക്കെയാണ് സഹിക്കാൻ പറ്റാത്തത്. ഉണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ വലിച്ചെറിഞ്ഞിട്ട് ചെരുപ്പ്. ഇതവിടെ ഒരു കുപ്പിയുണ്ട്, ഇവിടെയുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് മോശം. വരുന്നവർ വന്ന് കണ്ടിട്ട് പോവുക, അല്ലാതെ ബാക്കിയുള്ള പരിപാടികളൊന്നും ഇവിടെ ചെയ്യരുത് പ്ലീസ്. കാല് പിടിക്കാം. ഇത്രയും നല്ല സ്ഥലം കണ്ടിട്ട് ഇവിടേക്ക് ഇങ്ങനെ മാലിന്യം കൊണ്ടുപോയി ഇട്ടിട്ട് എന്ത് സുഖമാണ് നിങ്ങൾക്കൊക്കെ കിട്ടുന്നത്. നിങ്ങൾക്ക് മീൻസ് ഈ ഇങ്ങനെ ഇടുന്നവർക്കാണേ. ഞാൻ ഈ മുളയുടെ ഇടയിലൂടെ നടക്കുമായിരുന്നേ. എന്നിട്ട് ഏതോ ഒരു നല്ല മോൻ, ഒരു പുന്നാര മോൻ ചവച്ചിട്ട് തുപ്പിയ ഒരു ബബിൾക്ക് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കയറി ചവിട്ടി, ഞാൻ കണ്ടില്ല. ഇതുപോലെയുള്ള സ്ഥലത്ത് അതുപോലത്തെ ഈ ബബിൾക്കൊക്കെ ചവച്ച് തുപ്പുന്നുള്ള ഒരു വിചാരം നമുക്കില്ലല്ലോ. നടന്നു, കാലിൽ ചെരുപ്പിൽ അത് പറ്റിപ്പിടിച്ചു. ഇപ്പോൾ എൻ്റെ ചെരുപ്പിൽ മൊത്തം ഇലകൾ പറ്റിപ്പിടിച്ചിരിക്കുക. എന്തോന്ന് ഇവരൊക്കെ ചെയ്യണമെന്ന് പറ. ഒന്നും പറയാനില്ല, പറഞ്ഞാൽ കൂടി പോകും. നിങ്ങൾ തന്നെ പറ. ഈ ഒരു മുളന്തുരുത്ത് എന്നുള്ള കൺസെപ്റ്റ് എന്തായാലും നല്ല അടിപൊളി ഒരു കൺസെപ്റ്റ് തന്നെയാണ്.
ഈ പഞ്ചായത്തിൻ്റെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ടാവുമല്ലോ, ആ ഒരു സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുത്തിട്ട് ഇതുപോലൊരു സ്പോട്ടുകളാക്കി മാറ്റുന്നത് എന്തായാലും നല്ല അടിപൊളി ഒരു കൺസെപ്റ്റാണ്. അതിന് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഒരു വലിയൊരു അഭിനന്ദനം അറിയിക്കുന്നു. കാരണം ഇതുപോലൊരു സ്ഥലം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് അവിടെ മുളകളൊക്കെ നട്ട് വളർത്തി നല്ലൊരു അടിപൊളി സ്പോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. വൈകുന്നേര സമയത്ത് ഇങ്ങനെ വന്നിരിക്കാനും വർത്താനം പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകാനും പിന്നെ ഒരു ചായയും കടികളൊക്കെ ഉണ്ടെങ്കിൽ ചൂട് ചായയും കടിയൊക്കെ കഴിച്ച് ഈ ഒരു പുഴയും നോക്കി ഇങ്ങനെ ഇരുന്ന് വീട്ടിൽ പോകാനൊക്കെ ഒരു രസമായിരിക്കും കേട്ടോ. ഇതുപോലെയുള്ള കൺസെപ്റ്റുകളൊക്കെ വരണം. കാരണം നമ്മുടെ നാട്ടിലുണ്ട് ഇതുപോലെ ഇഷ്ടം പോലെ തരിശായിട്ട് കിടക്കുന്ന പഞ്ചായത്തിൻ്റെ ഭൂമി. പാറകൾ വെറുതെ കിടക്കുന്ന പാറകൾ മുളന്തുരുത്ത് തന്നെ വേണമെന്ന് ഞാൻ പറയണില്ല. വേറെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് അതവിടെ തുടങ്ങാവുന്നതാണ്. വെറുതെ ഇങ്ങനെ ഭൂമി തരിശാക്കി കളയുന്നതിൽ കാര്യമില്ലല്ലോ. ഇതുപോലെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടാക്കി അവിടെ ചെറിയൊരു ചായയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കിയാൽ അത്യാവശ്യം ആൾക്കാരിങ്ങനെ വന്നു തുടങ്ങും. അങ്ങനെ വന്നു തുടങ്ങുമ്പം കുറച്ച് റീച്ചായി കിട്ടിയാൽ ബാക്കിയുള്ള സ്ഥലത്ത് ജില്ലകളിൽ നിന്നും ബാക്കിയുള്ള പറയണ്ടേ അത്യാവശ്യം ഫേമസ് ആയാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരും, ടൂറിസ്റ്റായിട്ടുള്ള ആൾക്കാർ വരും. ഇത്രയും നല്ല സ്പോട്ടുകളുണ്ട് എന്നിങ്ങനെ അറിഞ്ഞിട്ട് വരുന്ന ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ വരാൻ വേണ്ടി തുടങ്ങും. ഇതൊക്കെയാണ് ടൂറിസം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ പഞ്ചായത്തിലുള്ളവർക്ക് റോഡ് മാത്രം മതി. വേറൊരു വികസനവും നാട്ടിൽ വേണ്ട. റോഡ് മാത്രമല്ലല്ലോ നമ്മുടെ അടിസ്ഥാന വികസനം എന്ന് പറയുന്നത്. ഒരു പഞ്ചായത്തിൻ്റെ അവരുടെ കീഴിലുള്ള സ്ഥലങ്ങളും ബാക്കിയുള്ള റോഡും വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. റോഡ് വേണം, നല്ല റോഡുകൾ വേണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൺസെപ്റ്റുകളും കൊണ്ടുവരണം. എന്നാലേ ഒരു നല്ല ഗ്രാമപഞ്ചായത്തും കാര്യങ്ങളൊക്കെ ആവുള്ളൂ. അല്ലാതെ ഇപ്പം റോഡും വീടും മാത്രം മതിയോ? ഒരു നാട് വേറൊരു നാടിൽ അറിയപ്പെടണമെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ആവശ്യമാണ്. സ്ഥലം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്ക് വിട്ടുകൊടുത്ത് എന്തും ചെയ്തോ എന്നുള്ള രീതിയിലാണെങ്കിൽ അതിൽ കാര്യമില്ല. അത് നോക്കി നടത്താൻ ഒരു മനസ്സുണ്ടായിരിക്കണം. അല്ലാതെ സാമൂഹിക വിരുദ്ധർ അഴിഞ്ഞാടുന്ന ഒരു സ്ഥലമാക്കി മാറ്റാനുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് നിങ്ങൾ ആക്കുന്നെങ്കിൽ അതിനെക്കൊണ്ട് ഒരു ഉപയോഗവും സാധാരണക്കാർക്ക് ഉണ്ടാവില്ല. രാത്രിയാകുമ്പോൾ കള്ളും മറ്റേതും കുപ്പിയും മേടിച്ചിട്ട് വന്ന് അടിച്ച് സിഗരറ്റും അത് ഇതും വലിച്ച് കുപ്പിയും അത് ഇതും ഇവിടെ തന്നെ ഇട്ടിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പാണെങ്കിൽ ദയവ് ചെയ്ത് ഉണ്ടാക്കരുത്. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നേരെ മറിച്ച് അത്യാവശ്യം എല്ലാം കെയർ ചെയ്ത് നോക്കി കൊണ്ട് നടക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ കൊണ്ടുവരിക. ഈ ഒരു സ്ഥലമൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മൾ നടക്കുന്ന വഴിയിൽ എന്തായാലും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ബക്കറ്റ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിനകത്ത് പ്ലാസ്റ്റിക് ഇടാനും അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണേ. നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന വഴിയിലൊന്നും പുല്ലുകളൊക്കെ മുളച്ചിട്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഇതുണ്ടോ, പുല്ലുകളൊക്കെ മുളക്കുന്നത് അവർ പറിച്ച് കളയുന്നുണ്ട്. അങ്ങനെ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആയിരിക്കണം. ഇതുണ്ടോ, നമ്മൾ നേരത്തെ കണ്ട ഒരു മുളന്തുരുത്തില്ലേ, അതിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡാണിത്. ഇവിടെയും ഒരു മുളന്തുരുത്ത് ഇവരാക്കിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലം എല്ലാവർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. അവർ തൊഴിലുറപ്പിൻ്റെ ആ ഒരു ഏച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെന്നെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഇരിക്കുന്ന കസേരയും പിന്നെ ഒരു വേലിയും കാര്യങ്ങളൊക്കെ ആക്കിയാൽ വേറെ തന്നെ ഒരു ലെവലാകും കേട്ടോ. ടൂറിസ്റ്റ് എന്തായാലും അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളാണ്. കാരണം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇതുപോലെയുള്ളൊരു സംഗതി ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലും ഇല്ല. അതുകൊണ്ട് തന്നെ ഉള്ളത് എന്തായാലും അടിപൊളിയാക്കിയാൽ എന്തായാലും അതിൻ്റെ ഗുണം ഇവർക്ക് കിട്ടും. ഇവിടെ രാവിലെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു പോലും കേട്ടോ. അവർ അയ്യച്ചി എന്നോട് പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം മറ്റേ ഉപ്പിലിട്ട മാങ്ങയും അത് നെല്ലിക്കയും പായസമൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ടായിരുന്നാലും അത്രയും ആൾക്കാർ വരുന്നുണ്ട്. ആൾക്കാർ വരട്ടെ. ഇതൊന്നും വൃത്തിയേടാക്കാതെ ഇരുന്നാൽ മതി. ആൾക്കാർ വന്ന് കണ്ട് ആസ്വദിച്ച് പോകുന്നതിന് ഒരു കുഴപ്പമില്ല. നല്ല ശുദ്ധവായു ശ്വസിച്ചിട്ട് നല്ല പ്യൂറായിട്ടുള്ള ഓക്സിജൻ ശ്വസിച്ചിട്ട് ഇവിടുന്ന് പോവാം. ഏതോ ഒരു പക്ഷി ഇങ്ങനെ മൂളുന്നുണ്ടേ, കുക്കൂ കുക്കൂ എന്ന് പറഞ്ഞിട്ട്. ഈ മുള ചെറിയ മുള ഇത്ര പോരുന്ന ഉണ്ടാകുന്ന മുള നട്ടതാണ് പോലും കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വളർന്നു വന്നതാന്ന് പറഞ്ഞു അവരേച്ചി. എന്തായാലും അടിപൊളി. ഇവിടെ ഈ മഴക്കാലത്ത് ഫുള്ള് വെള്ളം കയറുന്ന ഏരിയ ആണ് പോലും, അത് അവർ പറഞ്ഞു. അപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാൽ മഴക്കാലത്ത് വെള്ളം കയറി ചളിയാവുന്നുള്ളൊരു കൺസേൺ അവർക്കുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റുകൾ കൊണ്ടുവന്ന്, കൺസെപ്റ്റ് മീൻസ് എന്തെങ്കിലും വെള്ളത്തിന് ഇങ്ങോട്ട് കയറ്റി വിടാതിരിക്കാനുള്ള കൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ട് വേലികളൊക്കെ കെട്ടിയിട്ട് കുറച്ച് സീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാൽ വേറെ ലെവലാവും. എന്തായാലും നമ്മളിപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു സ്ഥലത്തേക്ക് റോഡില്ല കേട്ടോ. നടന്നിട്ട് വരണം. മറ്റേ തുരുത്തുനിന്ന് ഇങ്ങോട്ടേക്ക് നടന്നിട്ട് വരണം. അതേ ഉള്ളൂ പ്രശ്നം. അത് കുറച്ച് സൈൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടുത്ത മൺറോ തുരുത്ത് ഇങ്ങോട്ടുണ്ട്, മുളന്തുരുത്ത് ഇങ്ങോട്ടുണ്ട് എന്നുള്ള ഒരു സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചാൽ ആൾക്കാർക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. വലിയ കുഴപ്പമില്ല. എന്തായാലും അടിപൊളി ആവട്ടെ. ഇതിപ്പോൾ
2023 തന്നെ തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴാണ് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയത് കേട്ടോ. ഞാനും ഈ സ്ഥലം ശരിക്കും കണ്ടത് ഇൻസ്റ്റാഗ്രാമിലൊരു റീലിലാണ്. പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടു, നേരെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു. ഇതുണ്ട്, ഇവിടെ ഒരു കരിമീൻ കൃഷിയുടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇതിൽ കരിമീൻ കൃഷി ഉണ്ടാവുമോ? ഇവരെല്ലാവരും അടിപൊളിയാക്കുന്നുണ്ട് ഇവിടെ. അക്കരെ ആ ഒരു മുളന്തുരുത്തും ഇക്കരെ മുളന്തുരുത്തും എന്തായാലും അടിപൊളിയാവട്ടെ. റോഡ് കാര്യങ്ങളൊക്കെ ഇപ്പം അങ്ങോട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് ഇല്ല, അതെന്തായാലും ഭാവിയിലാക്കുമെന്നാണ് ഇവർ പറയുന്നത്. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്താക്കാനുണ്ട്. എല്ലാത്തിനുമുള്ള ബഡ്ജറ്റ് പഞ്ചായത്ത് കണ്ടെത്തണ്ടേ. എന്തായാലും അടിപൊളിയാവുന്നുണ്ട്, അടിപൊളിയാവട്ടെ. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു യുണീക്കായിട്ടുള്ള നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ഒരു മുളന്തുരുത്തായി മാറട്ടെ. അപ്പോൾ മുളന്തുരുത്ത് നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന മുളന്തുരുത്ത്. എന്തായാലും അടിപൊളിയാണേ. നല്ല പ്യൂവറായിട്ടുള്ള വായു ശ്വസിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരിക. കുറേ നേരം ഇരുന്ന് മുളയുടെ അതിലൂടെയൊക്കെ നടന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുക. എന്തായാലും അടിപൊളിയാണ്. ഇനി ബാക്കിയുള്ള വികസനം കൂടി കുറച്ചുകൂടി വരാനുണ്ട്. റോഡാവാനുണ്ട്, കുറച്ച് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആവാനുണ്ട്, വെള്ളം കയറാതിരിക്കാനുള്ള എന്തെങ്കിലും ടെക്നിക്കുകൾ കൊണ്ടുവരാനുണ്ട്. അതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് വേറൊരു ലെവലായിട്ട് മാറും. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന റോഡ്, ആ റോഡും എന്തായാലും വൃത്തിയാക്കുമെന്ന് പറയുന്നുണ്ട് അവർ. ഒരു ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയാണ് എന്നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയത് കേട്ടോ. എന്തായാലും അവർക്കൊരു വലിയ താങ്ക്സ് ഞാനിപ്പോൾ പറയുകയാണ്. ഒരുപാട് വലിയ കാടുകൾ വളർന്ന് നിൽക്കുന്ന സ്ഥലമായിരുന്നു ഇത് ഉണ്ടായിരുന്നു പോലും. എന്നിട്ട് അതൊക്കെ വെട്ടിത്തെളിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് തൊഴിലുറപ്പുകാർ ഈ ഒരു സ്ഥലം ഉണ്ടാക്കിയെടുത്തത്. ആ ഒരു തൊഴിലുറപ്പിൻ്റെ, അതായത് ഇത് വൃത്തിയാക്കിയെടുത്ത എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. നിങ്ങളുടെ പ്രയത്നം വെറുതെ ആവരുത്. ബാക്കിയുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ വന്ന് നല്ലൊരു അടിപൊളി ഡെവലപ്മെൻറ്റ് ഇവിടെ ഉണ്ടാവട്ടെ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരട്ടെ, സ്ഥലം ഫേമസ് ആയിട്ട് മാറട്ടെ. ഇവിടെ ഉപ്പിലിട്ട ക്യാരറ്റ്, മാങ്ങ, നെല്ലിക്ക, പിന്നെ ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരാണ് ഇവിടെ വെക്കുന്നത്. നിങ്ങളെ വീട് തന്നെയാ? അതെ. ഞാൻ ഒരു മാങ്ങ മേടിച്ചു, ഉപ്പിലിട്ട മാങ്ങ. അപ്പോൾ നമ്മുടെ നാട്ടിലെ മുളന്തുരുത്ത് എങ്ങനെയുണ്ട്? നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ നോക്കിയിട്ട് വന്നാൽ മതി. കണ്ണൂരിൽ നിന്നാണെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട്, പക്ഷേ നിങ്ങൾ സ്ഥലം നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ദൂരം നിങ്ങൾ നോക്കണ്ട, എന്തായാലും മസ്റ്റായിട്ട് വരണം. അടിപൊളി സ്ഥലമാണ്. ഇങ്ങനെ ഇരിക്കാനും റിലാക്സ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ്. ആരും നമ്മളെ ശല്യം ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല സ്വഭാവമാണ്. എല്ലാവരും പെണ്ണുങ്ങന്മാർ ഇഷ്ടം പോലെ അവിടെ പണിയെടുക്കുന്നുണ്ട്. തൊഴിലുറപ്പിൻ്റെ അവർ തന്നെയാണ് നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി ആവട്ടെ. ഇനിയിപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോയ റോഡും പിന്നെ അപ്പുറത്തോട്ടുള്ള ആ തുരുത്തിലേക്കുള്ള റോഡും ഒക്കെ വരാനുണ്ട്. ഇനിയിപ്പോൾ ഇലക്ഷൻ ആവുന്നത് കൊണ്ട് തന്നെ റോഡ് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടൊക്കെ അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാൻ ചാൻസ് ഉള്ളൂ. എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ തുരുത്ത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, മുളന്തുരുത്ത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് മൺട്രോ തുരുത്ത് എന്നാണ് എപ്പോഴും വായിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ഈ ഒരു മുളന്തുരുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴും പറയുന്നതാണ്, ഒന്ന് ചെയ്യടേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പഴനി യാത്രയുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇപ്പോൾ പ്ലാനൊന്നും ഇല്ല, നമുക്ക് എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യാം. ഓക്കെ, ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പം ആ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.